സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തിന്റെ തോൽവിയും വലതുപക്ഷത്തിന്റെ അതായത് UDFന്റെ വിജയവും എല്ലാം എല്ലായിടത്തും കൊട്ടിഘോഷിക്കുന്നതിനിടയിൽ ഒരുപാട് ആളുകൾ എടുത്തു പറയുന്ന വികാരഭരിതമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന, കുട്ടികൾക്കിടയിൽ മന്ത്രി അപ്പൂപ്പൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ്. അതായത് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെന്നും അതിനുശേഷം ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റ് മേഖലകളിലും വന്നിട്ടുള്ള ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. നമുക്കറിയില്ലെങ്കിലും കൊച്ചു കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. ഒരു പക്ഷേ എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഇലക്ഷനിൽ കുട്ടികൾക്ക് വോട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് 18 വയസ്സിന് താഴെയുള്ളവർക്ക് വോട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിയമത്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചേനെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു മന്ത്രിസഭയിൽ ഏറ്റവും നല്ലൊരു നേതാവിനെ ഏറ്റവും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടത് ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നതിന് ശേഷമാണ്. അതിന് മുൻപ്, അതായത് ഈ 10 വർഷങ്ങൾക്കൊക്കെ മുൻപുള്ളൊരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സർക്കാർ സ്കൂളുകളിൽ ചോർന്നൊലിക്കുന്ന കെട്ടിടവും ഉച്ചഭക്ഷണവും കൊടുക്കാൻ സാധിക്കാതെയും പാഠപുസ്തകങ്ങൾ സമയത്ത് കൊടുക്കാൻ സാധിക്കാതെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്നിരുന്ന കുട്ടികളുണ്ട്. പല സ്കൂളുകളും പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ 10 വർഷം, അതായത് കഴിഞ്ഞ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തിന് ശേഷം അവരുടെ ഭരണം അവസാനിക്കുകയും LDFന്റെ ഭരണം ആരംഭിക്കുകയും ചെയ്ത സമയം മുതൽ ആ ഒരു അവസ്ഥകളൊന്നും കേരളത്തിലെ സ്കൂളുകൾക്ക് കാണേണ്ടി വന്നിട്ടില്ല. കേരളത്തിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സ്കൂളുകളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, എല്ലാം സ്മാർട്ട് ക്ലാസ് റൂം എന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് എന്ന രീതിയിൽ വളരെയധികം അടിപൊളിയായിട്ട് തന്നെ വിപുലീകൃതമാക്കി തന്നെ ഈ പറയുന്ന ശിവൻകുട്ടി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ചു കൊടുത്തു. അതിൽ എടുത്തു പറയേണ്ട പേര് നമ്മുടെ എല്ലാവരുടെയും കുട്ടികൾ എല്ലാവരും വിളിക്കുന്ന മന്ത്രി അപ്പൂപ്പനെ പറ്റി തന്നെയാണ്. ഈ ഒരു മന്ത്രി അപ്പൂപ്പനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഈ സൈഡിൽ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളെ പറ്റി പറയാം. ചോർന്നൊലിക്കുന്ന കാടുപിടിച്ച സ്കൂൾ കെട്ടിടങ്ങൾ, പാമ്പും ഇഴജന്തുക്കളും, ഓണത്തിന് പോലും കിട്ടാത്ത പാഠപുസ്തകങ്ങൾ, റോഡിലൂടെ കറങ്ങി നടക്കുന്ന ചോദ്യപേപ്പർ, ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു ഫോട്ടോ എടുത്തു പോകുന്ന മന്ത്രിമാർ. ഇതായിരുന്നു 2016 മുൻപുള്ള കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ. ഒരു വശത്ത് 4000 സ്കൂളുകൾ ലാഭകരമല്ല എന്ന് പറഞ്ഞ് എന്നേക്കുമായി അടച്ചുപൂട്ടാൻ UDF സർക്കാർ തീരുമാനിച്ചു. മറുവശത്ത് പാഠപുസ്തക വിതരണത്തിൽ കേരളം രാജ്യത്ത് ഏറ്റവും പിന്നിലായി. 2013-14 DISE റിപ്പോർട്ട് പ്രകാരം 70.72% സ്കൂളുകളിലും സമയത്തിന് പുസ്തകങ്ങൾ എത്തിയില്ല. ഈ ദുരവസ്ഥയ്ക്ക് ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ധനകാര്യ വകുപ്പിനെയും പ്രിന്റിംഗ് വകുപ്പിനെയും പഴിചാരി കുട്ടികളുടെ വിദ്യാഭ്യാസം ഞങ്ങളുടെ വിഷയമല്ല എന്ന മട്ടിൽ കൈകഴുകി. അതൊക്കെ പഴയ കഥ. 2016 LDF സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ കാര്യങ്ങൾ അടിമുടി മാറി. അടച്ചുപൂട്ടാൻ തീരുമാനിച്ച 4000 സ്കൂളുകളെ പുതിയ സർക്കാർ രക്ഷിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ സ്കൂൾ വികസനത്തിനായി 5000 കോടി രൂപയുടെ ചരിത്രപരമായ നിക്ഷേപം നടത്തി. സ്മാർട്ട് ക്ലാസ് മുറികൾ, പുതിയ പാഠ്യപദ്ധതി, മികച്ച അക്കാദമിക് അന്തരീക്ഷം, അധ്യാപകർക്ക് ആധുനിക പരിശീലനം എല്ലാം യാഥാർത്ഥ്യമായി. കണ്ടില്ലേ, ഇനിയും ഒരുപാട് പറയാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും കൊണ്ട് ഒതുക്കുകയാണ്. എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും കുട്ടികൾ, നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ ആധുനിക തലമുറയിൽപ്പെട്ട കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നേനെ? ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെ പറ്റി ഇപ്പോൾ പുകഴ്ത്തി പറയുന്ന പല ആളുകളും ഒരു നാൾ ഈ പറയുന്ന LDF ആയിരുന്നു ശരിയെന്ന് പറയുന്ന ദിവസം വരും. ഇതൊരിക്കലും ഒരു രാഷ്ട്രീയം വെച്ച് ഞാൻ പറയുന്നതല്ല. ഇതൊരു നല്ല മനുഷ്യനെ പറ്റി ഞാൻ പറയുന്നതാണ്. നല്ലൊരു മനുഷ്യ സ്നേഹിയെ പറ്റി പറയുന്നതാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മന്ത്രി അപ്പൂപ്പ നിങ്ങളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും. ശിവൻകുട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ സ്നേഹിയെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നിയമത്തെ ആളുകൾ മനസ്സിലാക്കും നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്നുള്ളത്. ഓക്കെ, ബൈ.